ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. മുഴുവൻ ആളുകളും സദസ്സിൽ കയറിയിരുന്ന് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആദ്യമായി ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ആദരണീയനായ മന്ത്രിയെ ബഹുമാനപൂർവ്വം ക്ഷണിക്കും. ബഹുമാന്യനായ കൊണ്ടോട്ടി MLA ശ്രീ TV ഇബ്രാഹിം, വേദിയിലുള്ള ചീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മുംതാസ്, അരീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ നൌഷർ, മറ്റ് ജനപ്രതിനിധികൾ, എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കണം. വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ, ഉദ്യോഗസ്ഥർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവർ, രണ്ട് ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ നാട് ദീർഘകാലമായി സ്വപ്നം കണ്ട ഒരു പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. വളരെ വളരെ സന്തോഷത്തോടു കൂടി കന്നുകടവ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. പൂങ്കൊടിത്തോടിന് കുറുകെ 8 കോടി രൂപ ചെലവഴിച്ചാണ് പാലം ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത്. 4 സ്പാനുകളിലായി 80 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലുമുള്ള മനോഹരമായ ഒരു പാലമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഈ നാടിന്റെ പുരോഗതിക്ക് ഈ പാലം എത്രത്തോളം ഗുണപരമാകുമെന്നുള്ളത് ഞാൻ മൈക്ക് കെട്ടി പറയേണ്ടതില്ല, നിങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് ഞാനത് പ്രസംഗത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മുൻകാലങ്ങളിൽ എങ്ങനെയാണ് ഈ പ്രദേശത്തുള്ളവർ ഇത്തരത്തിലൊരു പാലമില്ലാത്തതിന്റെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചത് എന്നുള്ളതും ഞാൻ പറയേണ്ടതില്ല. ഇനി വളരെ വേഗത്തിൽ 2 ഗ്രാമങ്ങളിലുള്ളവർക്ക് പരസ്പരം ബന്ധപ്പെടാൻ സാധ്യമാകുന്ന നിലയിലേക്ക് ഈ പാലം മാറിയിരിക്കുകയാണ്. യാത്രാ സൗകര്യം വർദ്ധിക്കുന്നത് പൊതുവികസനത്തിന് ഏറെ ആക്കം കൂട്ടുന്നതാണ്. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ നമ്മൾ നേരത്തെ ഒരു തീയതി നിശ്ചയിച്ചതായിരുന്നു. മുൻ MLA വേണ്ടി നാടാകെ ഒരുങ്ങുകയായിരുന്നു. സ്റ്റേജ് കെട്ടാനും ഇതിന്റെ മറ്റെല്ലാ കാര്യങ്ങൾക്കും കഠിനാധ്വാനത്തോടെ നിലകൊണ്ട എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ നാട് അത്രത്തോളം ഈ പദ്ധതി ആഗ്രഹിച്ചു എന്നുള്ളതാണ്. പാലങ്ങൾ എന്നുള്ളത് പരിപാടിയിൽ പൊതുവെ കാണുന്നത്, അതിന് കാരണം ഒരു നാട് എത്രത്തോളം
ഒരു പാലം വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗം കൂടിയാണ്. മനസ്സിലെ സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് ആളുകളൊക്കെ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇത്തരം ഉദ്ഘാടന പരിപാടികളിൽ ഓടിയെത്തുന്നത്. 2021 മെയ് 20 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കോവിഡ് അതിരൂക്ഷമായി. നാടിന്റെ വികസനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത് പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരണത്തിനാണ് എന്ന് പൊതുവെ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചു. പാലങ്ങളുടെ പ്രവൃത്തി ഒരു തരത്തിലും വൈകിക്കൂടാ എന്ന് അതിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് പൊതുവെ ഞങ്ങൾ പരിശോധിച്ചു. പാലങ്ങളുടെ പ്രവൃത്തി ചിലതിന് ഫണ്ടായാലും ഭരണാനുമതിയാകുന്നതിന് കുറെ സമയമെടുക്കുന്നു. ഭരണാനുമതിയായ സാഹിബ് ആ ഉപകാരം ഏറ്റുവാങ്ങും. അടുത്തായി ഈ പണി വളരെ ഭംഗിയായി പൂർത്തീകരിച്ചിട്ടുള്ള ബഹുമാന്യനായ കോടിത്തൊടി ബാബു കൂടാതെ ഈ പ്രവൃത്തി ഭൂമി മുഴുവനായും സൗജന്യമായി വിട്ടു നൽകിയ ദാറുൽ ഉലൂം അസോസിയേഷൻ